നമസ്കാരം. ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്ന വിഷയം ഇന്നലെ നവംബർ 1 കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കേരളത്തെ അതിദാരിദ്ര്യമുക്ത കേരളമായി പ്രഖ്യാപിച്ചു. ഇപ്പോൾ അത് വിവാദമായിരിക്കുകയാണ്. ആ വിവാദത്തിന് എന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ളത് ഒന്ന് ചർച്ച ചെയ്യുന്നതും മനസ്സിലാക്കുന്നതും എല്ലാവർക്കും നല്ലതാണ്. 5 വർഷം കൊണ്ട് അതിദാരിദ്ര്യത്തെ ഇല്ലാതാക്കുക എന്നതായിരുന്നു ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിൻ്റെ ആ തുടക്കത്തിലെ പ്രഖ്യാപിത ലക്ഷ്യം. അതിനായി 2021 ഓഗസ്റ്റ് മുതൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ആശ്രയ അഗതിരഹിത കേരളം, വിശപ്പ് രഹിത കേരളം തുടങ്ങി അതിദരിദ്രരെ ലക്ഷ്യം വെച്ച് കേരള സർക്കാർ നടത്തിയ വിതരം പ്രവർത്തനങ്ങളുടെ തുടർച്ചയായിട്ടാണ് അതിദരിദ്രർക്കായിട്ടുള്ള ഈ പ്രവർത്തനവും. ഇപ്പോൾ ഈ വർഷം അതിൻ്റെ പ്രവർത്തനം പൂർത്തീകരിച്ചു. അതിനെപ്പറ്റി ചില വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. കേരളത്തിലെ കില, പഞ്ചായത്ത്, നഗരസഭ, കോർപ്പറേഷൻ തുടങ്ങിയ മുനിസിപ്പാലിറ്റി തുടങ്ങിയ സ്ഥാപനങ്ങളിൽ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾക്ക് പരിശീലനം നൽകുന്ന സ്ഥാപനമാണ് തൃശ്ശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കില. കിലയുടെ നേതൃത്വത്തിലാണ് ഇതിൻ്റെ പ്രവർത്തനം എല്ലാ ജില്ലകളിലും നടത്തിയത്. ദാരിദ്ര്യമെന്ന വാക്ക് പൊതുവിൽ പ്രയോഗിക്കുന്ന ഒന്നാണ്. കേവലം ആഹാര ലഭ്യത എന്നതിൽ നിന്ന് വ്യത്യസ്തമായി വസ്ത്രം, പാർപ്പിടം, വിദ്യാഭ്യാസം, ആരോഗ്യം, സേവന ലഭ്യത, അടിസ്ഥാന സൗകര്യങ്ങൾ, അടിസ്ഥാന വരുമാനം, സാമൂഹ്യക്ഷേമ നടപടികളുടെ അപര്യാപ്തത എന്നിവയൊക്കെ ദാരിദ്ര്യം കണക്കാക്കുന്ന സൂചകങ്ങളിൽ പെടുന്നതാണ്. പൊതുവിൽ ഉള്ള ശേഷികളുടെ അഭാവമാണ് ദാരിദ്ര്യം എങ്കിൽ അതിലേറ്റവും തീവ്രമായ അവസ്ഥയെ സൂചിപ്പിക്കുന്നതാണ്, അഭിമുഖീകരിക്കുന്നവരാണ് അതിദരിദ്രർ. ദരിദ്രർക്ക് പലപ്പോഴും ഭക്ഷണം, വസ്ത്രം, സുരക്ഷിതമായ താമസം തുടങ്ങിയ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് ബുദ്ധിമുട്ടുകൾ നേരിടാറുണ്ട്. എന്നാൽ അതിജീവനത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അവർക്ക് എല്ലായ്പ്പോഴും ഉണ്ടാകണമെന്നില്ല. അതിജീവനത്തിനു വേണ്ട അടിസ്ഥാന ആവശ്യങ്ങൾ നേടിയെടുക്കുവാൻ തീരെ കഴിയാതെ പോകുന്ന, അതായത് ഭക്ഷണം, വസ്ത്രം, സുരക്ഷിത താമസ സ്ഥലം, അടിസ്ഥാന വരുമാനം, അതിജീവനം തന്നെ പ്രതിസന്ധിയിലായ ഭാഗമാണ് അതിദരിദ്രർ. താഴെ പറയുന്ന അവസ്ഥകൾ അവരുടെ പ്രത്യേകതകളാണ്. അതിൽ ഒന്നാമത്തെ പ്രത്യേകത, സ്വന്തം അവസ്ഥയെ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി അത് മറികടക്കാൻ ശേഷിയില്ലാത്തവരാണ്. ഉപജീവനവും അതിജീവനവും നേടാൻ ശാരീരികവും മാനസികവുമായ ശേഷിയില്ലാത്തവർ. മാനസിക വെല്ലുവിളി, വാർദ്ധക്യം, തീരാവ്യാധി തുടങ്ങിയ കാരണങ്ങളാൽ ദൈനംദിന ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ പറ്റാത്ത ശേഷിയില്ലാത്തവർ. തൊഴിൽ ശേഷിയും അടിസ്ഥാന വരുമാനവും അടിസ്ഥാന ജീവിത സാഹചര്യവുമുള്ള ദരിദ്ര കുടുംബങ്ങളെയല്ല, അടിസ്ഥാന അവകാശങ്ങൾ പോലും നേടിയെടുക്കാൻ ശേഷിയില്ലാത്ത, പൊതുവിൽ ബാഹ്യസഹായമില്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാകാത്ത അശരണരും നിരാലംബരും അഗതികളുമായ കുടുംബങ്ങളെയാണ് അതിദരിദ്രരായി കണക്കാക്കിയത്. ദാരിദ്ര്യത്തിൻ്റെ അതിതീവ്ര രൂപമാണ് അതിദാരിദ്ര്യം. അതിദാരിദ്ര്യത്തിൽ കഴിയുന്നവർക്ക് പുറമേ നിന്ന് സർക്കാരിൻ്റെയും പൊതുസമൂഹത്തിൻ്റെയും ശക്തമായ പിന്തുണയില്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ, അതോ ദാരിദ്ര്യത്തിൽ നിന്ന് പുറത്തു കടക്കുവാനോ അവർ കഴിയില്ല. എന്നാൽ സാധാരണ ദരിദ്രരാകട്ടെ അവരുടെ വരുമാനം, തൊഴിൽ ശേഷി എന്നിവ വെച്ച് ചുരുങ്ങിയ അളവിൽ ആണെങ്കിലും ജീവിതം മുന്നോട്ട് നയിക്കുവാൻ ദരിദ്രർക്ക് കഴിയും. സ്വയം അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്താൻ ശേഷിയില്ലാത്തവർ, പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധയിൽ പലപ്പോഴും പെടാതെ പോകുന്നവർ, പരമ്പരാഗത ഒരു ദരിദ്ര സർവേ രീതിയിലൂടെ അതിദരിദ്രരെ കണ്ടെത്തൽ ഫലപ്രദമാകില്ല. അതുകൊണ്ട് പ്രാദേശിക തലത്തിൽ പൊതുസമൂഹത്തിൻ്റെ ഒരു പങ്കാളിത്തത്തോടു കൂടിയാണ് അതിദരിദ്ര കുടുംബത്തെ കേരളത്തിൽ കണ്ടെത്തിയത്. സ്ഥലവും വീടുമില്ലാതെ തെരുവിലലയുന്ന കുടുംബമാണ് അതിദരിദ്രരുടെ കുടുംബം. റേഷൻ കാർഡില്ലാത്ത, ഭക്ഷ്യധാന്യം ലഭ്യമാക്കാത്ത, തൊഴിലെടുക്കാൻ ശേഷിയില്ലാത്ത ഒരു കുടുംബമാണ് അതിദരിദ്രർ. കുടുംബത്തിലെ കിടപ്പ് രോഗിയെ പരിപാലിക്കുന്നത് മൂലം തൊഴിൽ ശേഷിയുള്ള അവശേഷിക്കുന്ന ഒരാൾക്ക് പോലും തൊഴിൽ ചെയ്യാൻ കഴിയാതെ വരുന്ന ദരിദ്ര കുടുംബം, അത് അതിദരിദ്രരുടെ കുടുംബത്തിലാണ്. വയോജനങ്ങൾ മാത്രമുള്ള ആർക്കും തൊഴിൽ
ആവാത്ത ദരിദ്ര കുടുംബം അത് അതിദരിദ്രരുടെ കുടുംബമാണ്. അതിദരിദ്രരെ കണ്ടെത്താനുള്ള പ്രക്രിയ ജനപ്രതിനിധികളെ, ഉദ്യോഗസ്ഥരെ, സന്നദ്ധ പ്രവർത്തകർ എന്നിവർക്ക് ഒന്നിച്ചുള്ള പരിശീലനത്തിലൂടെയാണ്. കേരളത്തിൽ അതിനുള്ള പരിശീലനം എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും കക്ഷി രാഷ്ട്രീയം നോക്കാതെ എല്ലാ വാർഡുകളിലും അതിൻ്റെ പ്രവർത്തനം എത്തിയതാണ്. സംസ്ഥാന സ്വയംഭരണ സ്ഥാപന തലത്തിലും വാർഡ് തലത്തിലുമുള്ള ജനകീയ സമിതികൾ രൂപീകരിച്ചുകൊണ്ടാണ് പ്രവർത്തനം നടത്തിയത്. സംസ്ഥാന സമിതി, ജില്ലാ സമിതി, തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലുള്ള ഒന്നിച്ചുള്ള സമിതി, വാർഡ് തല സമിതി. എന്നിട്ട് അതിദരിദ്രരുടെ സർവേ നടത്തി പ്രാഥമിക പട്ടിക തയ്യാറാക്കി. പ്രാഥമിക പട്ടിക തയ്യാറാക്കിയതിനു ശേഷം മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കി സർവേ നടത്തി. സർവേയുടെ സൂപ്പർ ചെക്ക് നടത്തി. സർവേ വിവരങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് വാർഡ് തല അതിദരിദ്രരുടെ പട്ടിക തയ്യാറാക്കി. തദ്ദേശ സ്ഥല അർഹരായവരുടെ പട്ടിക തയ്യാറാക്കി അംഗീകാരം നേടി. അതിലെല്ലാ ജനപ്രതികളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ എല്ലാ ജനപ്രതികളും പങ്കെടുത്തതാണ്. വാർഡ് തല പട്ടികകൾ വാർഡ് ഗ്രാമസഭകളിൽ അവതരിപ്പിച്ച് അംഗീകാരം നേടി. അങ്ങനെ തദ്ദേശതല സ്ഥാപനതല അന്തിമ അർഹരായവരുടെ പട്ടിക ഓരോ പഞ്ചായത്തിലും, ഓരോ നഗരസഭയിലും, ഓരോ കോർപ്പറേഷനിലും അത് നടപ്പാക്കി. ആ ലിസ്റ്റ് തയ്യാറാക്കി. എന്നിട്ട് ഓരോ കുടുംബത്തിനും ഒരു സൂക്ഷ്മ പദ്ധതിയും തദ്ദേശ സ്ഥാപനതല പദ്ധതിയും തയ്യാറാക്കി. മൈക്രോ പ്ലാനുകളുടെ നടത്തിപ്പ് പദ്ധതി എന്നിവ, നടത്തിപ്പിന് ആവശ്യമായ വിഭവ സമാഹരണം എന്നിവ നടത്തിയത് ഓരോ തദ്ദേശ സ്ഥാപനങ്ങളാണ്. പദ്ധതിയുടെ നടത്തിപ്പിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭരണാധികാരിയുടെ ചുമതലകൾ കിലയിറക്കിയ കൈപ്പുസ്തകത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. അത് 17 ചുമതലകളാണ്. അതിദരിദ്രരെ കണ്ടെത്താനുള്ള പ്രവർത്തനത്തിന് അന്തരീക്ഷമൊരുക്കേണ്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. ജനകീയ സമിതി, വാർഡ് തല ജനകീയ സമിതി അവർ രൂപീകരിക്കണം. ലിസ്റ്റ് കണ്ടെത്തണം. അന്ത്യോദയ, അന്നയോജന, ഭിന്നശേഷി, പാലിയേറ്റീവ് കെയർ ലിസ്റ്റ് എന്നിവയിൽ നിന്ന് വാർഡ് തല സമിതിക്ക് കൈമാറി. ആ വാർഡ് തലത്തിൽ 2 സന്നദ്ധ പ്രവർത്തകരെ ഓരോ വാർഡിലും എന്യൂമറേറ്ററായി കണ്ടെത്തി. അവർക്ക് പരിശീലനം നൽകി. വാർഡ് തലത്തിൽ തിരഞ്ഞെടുക്കുന്ന 2 പേരിൽ ഒരാൾ ഫെസിലിറ്റേറ്ററുടെ ചുമതല നൽകുന്നു. അവർക്ക് പരിശീലനം ലഭിച്ചുവെന്ന് ഉറപ്പുവരുത്തുന്നു. ഓരോ വാർഡിലേക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ കൺവീനറായി എന്യൂമറേഷൻ ടീമിൻ്റെ ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട്. വാർഡ് തല സമിതിയിലും സന്നദ്ധ സംഘടന തലത്തിലും ചർച്ചയും അതിദരിദ്രരെ കണ്ടെത്തലും നടക്കുന്നുവെന്ന് വാർഡ് തലത്തിലുള്ള വാർഡ് സഭയിൽ അത് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. വാർഡ് തല ലിസ്റ്റിന് ഗ്രാമസഭ വിളിച്ചുകൂട്ടി അല്ലെങ്കിൽ വാർഡ് സഭ വിളിച്ചുകൂട്ടി അംഗീകാരം നേടിയിട്ടുണ്ട്. സമയക്രമം പാലിച്ചുകൊണ്ടാണ് ഈ ജനകീയ ക്യാമ്പയിൻ ഇത്രയും നാളിനകം ഇവിടെ നടത്തിയത്. ഇപ്പോൾ അതിൻ്റെ പൂർണ്ണതയിലെത്തിയിരിക്കുകയാണ്. ഏറ്റവും ജനകീയമായ, കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് കേരളത്തിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും രാഷ്ട്രീയത്തിനതീതമായ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ നടത്തിയ ഒരു പദ്ധതിയാണ് അതിദരിദ്രരെ കണ്ടെത്തിയ പദ്ധതി. അതിൻ്റെ വിജയം ഇന്നലെ നവംബർ 1, 2025 നവംബർ 1 കേരളത്തിൻ്റെ ആരാധ്യനായ മുഖ്യമന്ത്രി അത് പ്രഖ്യാപിച്ചു. കേരളം അതിദാരിദ്ര്യമുക്ത കേരളമായി പ്രഖ്യാപിച്ചു. അതിൽ ഞാനും അഭിമാനിക്കുന്നു. കാരണം ഞാനും പത്തനംതിട്ട ജില്ലയിലെ അതിൻ്റെ ഒരു സജീവ പ്രവർത്തകനായിരുന്നു. നന്ദി, നമസ്കാരം.